നമസ്കാരം. എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായി നല്ല ഒരു ആഴത്തിലുള്ളൊരു ബന്ധം അധ്യാപകർക്കാണെങ്കിലും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കാണെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. പലപ്പോഴും കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ അവരും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല വിഷയങ്ങളും ആധികാരികമായിട്ട് അവരോട് സംസാരിക്കാൻ കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും ഒരു അകൽച്ചയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി റാഷണലായിട്ടല്ല കൊടുക്കുക. ഒന്നുകിൽ വൈകാരികമായിട്ട് അതിനോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് രണ്ടും കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സമീപനം കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുമെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ പ്രത്യേകിച്ച് ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അവർ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനായിട്ട് അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവർ മറുസൈഡും കൂടെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് പാരൻസും രക്ഷകർത്താക്കളും വൈകാരികമായിട്ട് കുട്ടികളോട് സമീപിക്കാതെ അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിൽ സമീപിക്കാതെ റാഷണലായിട്ട് അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും ഇടപെടുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും അവരുടെ സമീപനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സമീപനത്തിനുള്ള അഡ്വാൻറ്റേജ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സമീപനത്തിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ എപ്പോഴും പാരൻസ് അല്ലെങ്കിൽ അധ്യാപകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് പല കാര്യങ്ങളും കുട്ടികളിൽ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ളൊരു മോട്ടിവേറ്റർ അല്ല. എപ്പോഴും മോട്ടിവേഷൻ ആസ്പെക്ട്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഒരിക്കലും ഒരു ഫോഴ്സ് ഒരു നല്ല മീൻസ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫോഴ്സ് ചെയ്യാതെ അവരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള ബിഹേവിയറൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും ഉറക്കക്കുറവുണ്ടാവും, ശ്രദ്ധക്കുറവുണ്ടാവും, പഠിക്കുന്നതിൽ താല്പര്യക്കുറവുണ്ടാവും, ഒരു കാര്യവും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല, വീട്ടിലെ ആക്ടിവിറ്റികളിലൊന്നും ഇൻവോൾവ് ആവില്ല, ഐ കോണ്ടാക്റ്റ് കുറയും, വീട്ടിൽ മറ്റു ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിനുള്ള സാധ്യതകളും അവസരങ്ങളും ഉണ്ടാക്കാതിരിക്കും, റൂമിനകത്ത് അടച്ചിരിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ പല രീതിയിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യസ്തതകളൊക്കെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം കൗമാരത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ അവരിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ ഒരിക്കലും ലഹരിയുടെ ഉപയോഗവുമായിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ഇടയാവരുത്. അപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസിനെയൊക്കെയാണ് നമ്മൾ കൂടുതലും നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ ഇൻ്റർവെൻഷൻ ലെവലിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാരൻസ് കുട്ടികളോടും മറ്റുള്ളവരോടും ഓണസ്റ്റായിട്ടും സിൻസിയറായിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇടപെടുന്നത് കുട്ടികൾക്ക് എപ്പോഴും നമ്മളെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കും. നമ്മുടെ ബിഹേവിയർ കണ്ട് തന്നെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ മുൻപേ നമ്മളൊരു മാതൃകയായിട്ട് ഇരിക്കുന്നത് എപ്പോഴും അവർക്ക് നമ്മളെ സമീപിക്കുന്നതിന് അവർക്കൊരു മടിയും കൂടാതെ മുന്നോട്ട് വരുന്നതിന് അവരെ സഹായിക്കുമെന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനും നമ്മൾ മടിക്കാതെ അവരെ ഉപദേശിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
ഇപ്പോഴും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുന്ന ആളിന് അതിൻ്റെ ഉപയോഗത്തെ പറ്റിയ ഒരു ഇൻസൈറ്റ്, അല്ലെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്, അതെൻ്റെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വളരെ വേഗത്തിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും ഇൻ്റർവെൻഷൻ ചെയ്യാനും അവരെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അല്ലാത്തിടത്തോളം കാലം നമുക്ക് ആദ്യം ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് പല കാര്യങ്ങളും തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ചെയ്യാൻ പറ്റുന്നത് പോലെ ഈ കുട്ടികളെ ലഹരിയിൽ നിന്ന് വിമോചിക്കാൻ വേണ്ടി വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ അവരോട് അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം അവരോട് അടുത്ത് നിൽക്കുന്നതും അവരാണ്. അപ്പോൾ അധ്യാപകൻ രക്ഷിതാക്കളും കുറെ കൂടെ ഈ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും കാണുകയും സമീപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ വളരെ നല്ല അളവിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.